മിഞ്ഞാന്ന് ഞാൻ പിന്നെ കോട്ടൂരിന്റെ പരിസരത്താണ് തോന്നുന്നു, പിന്നെ കോട്ടക്കലിനെ ആ ഭാഗത്താണ് തോന്നുന്നത്. ഏതായാലും എടരിക്കോട് സുന്നി മസ്ജിദിൽ മിഞ്ഞാന്ന് രാത്രി ഇശാ നിസ്കാരത്തിന് സോറി ഇതിൽ കൂടുതൽ വോളിയം കൂട്ടാൻ എനിക്കറിയില്ല, കാരണം പിന്നെ എന്റെ സിസ്റ്ററിന്റെ കുഴപ്പമുണ്ടെന്ന് അറിയില്ല. ഏതായാലും അപ്പൊ ആ സമയത്ത് അവിടെ പിന്നെ മൊഹീദ്ദീൻ മാലയാണ് ചൊല്ലുന്നത്. അതില് ഈ പിന്നെ ഇത് സത്യമായിട്ട് ഇതിൽ കളവൊന്നുമില്ല. കാരണം ഇത് സുന്നി എടരിക്കോട് നിങ്ങളാണ് മിഞ്ഞാന്ന് രാത്രി അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു ചോദിക്കാം. പിന്നെ 40 വട്ടം ജനാബത്തുണ്ടാവും, 40 വട്ടം ഒരാൾ കുളിച്ചോർ. ഇത് പിന്നെ ഈ പിന്നെ സോറി പിന്നെ മൊഹീദ്ദീൻ ഷേഖിനെ പറ്റി പറയുന്നത് സത്യത്തിൽ ഈ ഒരു കാര്യം മൊഹീദ്ദീൻ ഷേഖ് അല്ലേ പറയേണ്ടത്. അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് ഇത് പിന്നെ ഇങ്ങനെ ഒരു രഹസ്യമായ കാര്യമാണല്ലോ ഈ പറഞ്ഞ കാര്യം, അതൊന്ന് വിശദീകരിച്ചാലൊന്ന് കൊള്ളാമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈക്ക് ചോദ്യം കേട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ചോദ്യം കേട്ടു. അതായത് നിങ്ങള് എടരിക്കോട് പള്ളിയിലല്ലേ, അവിടെ മിഞ്ഞാന്ന് രാത്രി ചെന്നപ്പോ മുഹയ്യദ്ദീൻ മാല ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ മുഹയ്യദ്ദീൻ മാലയില് 40 വട്ടം ജനാബത്തുണ്ടായപ്പോ 40 വട്ടം കുളിച്ചോവർ എന്ന് മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് പറയുന്നുണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതില് ഞാൻ സത്യമാണ് പറയുന്നത്, സംശയിക്കേണ്ടതില്ല എന്നൊക്കെ നിങ്ങൾ പറയണ്ട. അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം മുഹയ്യദ്ദീൻ മാല പാടിയുണ്ടെങ്കിൽ അതിൽ അതൊക്കെ ഉണ്ട് കേട്ടാ. മുഹയ്യദ്ദീൻ മാല ഇതുണ്ട്. ഇത് ആര് പറഞ്ഞതാണ് എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. അത് മുഹയ്യദ്ദീൻ ഷെയ്ഖ് പറഞ്ഞത് തന്നെയാണ്. മുഹയ്യദ്ദീൻ ഷെയ്ഖ് പറഞ്ഞത് തന്നെയാണ്. 40 വട്ടം ജനാബത്തുണ്ടായപ്പോ 40 വട്ടം കുളിച്ചു എന്ന് മുഹയ്യദ്ദീൻ ഷെയ്ഖ് തങ്ങൾ തന്നെ പറഞ്ഞ സംഗതിയാണ്. അങ്ങനെ മുഹയ്യദ്ദീൻ ഷെയ്ഖ് പറഞ്ഞിട്ടാണ് ആ സംഗതി വേറുള്ളവരെ അറിയണത്. അപ്പൊ അങ്ങനെ മഹാന്മാരായ ആളുകളിൽ നിന്ന് അത്തരം ഒരു വിഷയം ഉണ്ടായതിന് അത് ഉണ്ടായോ ഇല്ലേ എന്ന് പറയേണ്ടത് അനുഭവസ്ഥരാണ്. അനുഭവസ്ഥർ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മള് അതില്ല എന്ന് നമ്മൾ പറയാൻ പറ്റുമല്ലോ. അതില്ല എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. ഉള്ളൊരു അനുഭവമുള്ള ആളുകൾ അങ്ങനെ ഉണ്ടായി എന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നിപ്പോ നിങ്ങൾക്കും എനിക്കും പറയാൻ പറ്റുമല്ലോ. പക്ഷെ അങ്ങനെ ഉണ്ടായി എന്ന അനുഭവമുള്ളവർ പറയുമ്പോൾ നമുക്കവിടെ പരിശോധിക്കാൻ പറ്റിയൊരു വിഷയമുണ്ട്. അങ്ങനെ ഉണ്ടാകുന്നതിന് ഇസ്ലാമിക പ്രമാണങ്ങൾ വല്ല എതിരുമുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ്. അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഒരാൾക്ക് ഒരു ദിവസം 40 വട്ടം ജനാബത്തുണ്ടാകണതിന് ഒരെതിരുമില്ല കേട്ടോ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 40 അല്ല 100 ജനാബത്ത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് ഒരു രാത്രി ഉണ്ടായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഒരാൾക്ക് ഒരു ദിവസം അത്രയും തവണ ജനാബത്തുണ്ടാകുന്നതിന് വിരോധമില്ല എന്ന് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. വിരോധമില്ലാത്ത ഒരു കാര്യം എനിക്ക് സംഭവിച്ചു എന്ന് ഒരാൾ പറഞ്ഞാൽ അത് നമ്മൾ എന്തിനു നിഷേധിക്കണം? അപ്പൊ മുഹയ്യദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നിഷേധിക്കേണ്ട കാര്യങ്ങളൊന്നും അതിലില്ല കേട്ടോ. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. എനിക്ക് സംസാരിക്കാമല്ലോ അല്ലേ? ഹലോ, ഞാൻ പറഞ്ഞുകൊണ്ട് സംശയം കൊണ്ട് അതും കൂടി ചോദിക്കാനാണ്. ഓക്കെ. അപ്പൊ പിന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ കാര്യം താങ്കൾ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏകദേശം ഒരു 500 വർഷം ശേഷം ജനിച്ച മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാ, അദ്ദേഹത്തിന് 40 വട്ടം ഉണ്ടായി എന്ന് പറയുകയാണെങ്കിൽ പിന്നെ നൂഹ് നബി അലൈഹി സ്വലാം 950 വർഷം ജീവിച്ച മനുഷ്യനാണ്. അദ്ദേഹം ഒരു മനുഷ്യനുമാണ്, നബി റസൂലുമാണല്ലോ. അദ്ദേഹത്തിന്റെ ആ ഒരു കാലത്ത് ഒരു പിന്നെ ഒരു എന്താണ് ഒരു ആയുസ് പരിധി നമ്മളെ ഈ സമുദായത്തിനില്ലല്ലോ. അപ്പൊ ഈ 40 വട്ടം ഉണ്ടാണെങ്കിൽ ഈ ഏകദേശം 8 9 10 മണിക്കൂർ സുബൈ കഥായപ്പോൾ 10 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനടുത്ത് എങ്ങനെ ഈ പാപപാഠം സംഭവിക്കല്? ചോദ്യം നല്ല ചോദ്യമാണ്. പക്ഷെ നിങ്ങൾ അതിന് നൂഹ് നബിന്റെ ആമുഖം എന്തിനാ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഒരു ചോദ്യം പറയുമ്പോൾ അതിന് ആമുഖം പറയേണ്ടത് അതുമായിട്ട് ബന്ധമുള്ളൊരു വിഷയമല്ലേ. നൂഹ് നബി അലൈഹി സ്വലാം കുറെ കാലം ജീവിച്ചല്ലോ, അത് നബിയാണ്. അതൊക്കെ ഇപ്പൊ എന്തിനാ നിങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞത്? അതും ചോദ്യമായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് ഒറ്റ കാര്യം ഇനി അറിയേണ്ടതുള്ളൂ.
എന്താണ് നിങ്ങൾ അവസാനം ചോദിച്ച വിഷയം? 40 വട്ടം എന്ന് പറഞ്ഞാൽ ആകെ 10 മണിക്കൂറല്ലേ ഉള്ളൂ ഒരു രാത്രി എന്ന് പറഞ്ഞാല്. അപ്പൊ ഒരു രാത്രി എങ്ങനെ 40 വട്ടം ജനാബത്ത് ഉണ്ടാകുന്ന? അപ്പൊ 100 ആകണമെങ്കിൽ 60 കൂടി കൂടണ്ടേ? സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഒറ്റ ദിവസം ഒരു രാത്രി തന്റെ 100 ഭാര്യമാര് മാത്രമല്ല, ഭാര്യമാരും അടിമ സ്ത്രീകളും അടങ്ങുന്ന 100 സ്ത്രീകളുമായി, തനിക്ക് അനുവദിക്കപ്പെട്ട സ്ത്രീകളുമായി ഇണചേർന്നു എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഈ 100 എത്തണമെങ്കിൽ 40 മുന്ന് 60 കൂടി കൂടണം. ആ ചരിത്രം ഞാൻ നിങ്ങൾക്ക് അയിമ സംശയമൊന്നുമില്ല. 40 കൂടി കുറച്ചാൽ 40 ആവും കേട്ടോ. അത്ര പണിയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് 100 തവണ ഒരു രാത്രി ജനാബത്തുണ്ടായി എന്ന് പറയുന്നു. അത് നിങ്ങൾ വിശ്വസിക്കൂലേ? അവിടെ എന്താ നിങ്ങളെ ബുദ്ധി പ്രവർത്തിക്കാത്തത്? 100 കേട്ടോ. അതിപ്പോ എങ്ങനെ? ആകെ 10 മണിക്കൂറല്ലേ ഒരു രാത്രി ഉണ്ടാവുള്ളൂ. പിന്നെ എങ്ങനെ ഇപ്പൊ 100 വട്ടം ജനാബത്ത് ഉണ്ടാകുക? എന്നൊന്നും ധരിക്കണ്ട. പിന്നെ രാത്രി 10 മണിക്കൂറാന്ന് അങ്ങനെയും ധരിക്കണ്ട. രാത്രി പകല് എന്നൊക്കെ പറഞ്ഞത് നമ്മളെ കേരളത്തിലെ മാതിരി കണക്കൂട്ടണ്ട. പല രാജ്യങ്ങളിലും പല സമയങ്ങളാണ് രാത്രിക്കും പകലിനൊക്കെ ഉള്ളത് കേട്ടോ. ഫിൻലാൻഡിലൊക്കെ ചെന്ന് നോക്കിയാല് 1 മണിക്കൂർ മാത്രം പകലും 23 മണിക്കൂർ രാത്രിയുള്ള അവസ്ഥയുണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ രാത്രിയെയും പകലിനെയും അത് ലോകത്തിന്റെ ഭാഗങ്ങൾ മാറുന്നതിനനുസരിച്ച് രാവും പകലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. എന്തായാലും ശരി, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് 100 തവണ എന്നങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്തുകൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നു? അതെന്താ? അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, ഒരു രാത്രി 100 തവട്ടം ജനാബത്ത് ഉണ്ടാകുന്നതിനും 100 സ്ത്രീകളുമായി ബന്ധപ്പെടുന്നതിനും വിരോധമില്ല. അത് അള്ളാന്റെ റസൂല് പറഞ്ഞ സംഗതിയാണ്. അങ്ങനെ വരുമ്പോൾ പിന്നെ 40 മാത്രം എന്താ ഒരു വിരോധം? 40 ഉണ്ടായി എന്ന് പറയുന്ന ആരാ? അനുഭവസ്ഥൻ ആരാ? മുഹയ്യദ്ദീൻ ഷെയ്ഖ് ആരാ? ലോകത്തെ സത്യസന്ധന്മാരുടെ കൂട്ടത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന മഹാൻ. ആ മഹാനായ മുഹയ്യദ്ദീൻ ഷെയ്ഖ് തങ്ങൾ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോ നമ്മളെന്തിനു നിഷേധിക്കണം? അതൊരു അസംഭവ്യമായ കാര്യമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അതിന്റെ ഇരട്ടിയിലധികം തവണ ഉണ്ടായതായി പറഞ്ഞതോടെ വളരെ ബോധ്യപ്പെടുകയും വ്യക്തമാവുകയും ചെയ്തൊരു കാര്യമല്ലേ? പിന്നെ നമ്മളതിൽ എന്തിനു സംശയിക്കണം? ഓക്കെ, ഞാൻ മൈക്കൂട്ട് കേൾവിക്കാൻ സാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ല ഉസ്താദെ, അതിപ്പോ നമ്മളെ കസ്റ്റോഡിയ അദ്ദേഹത്തെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടാവും. മൂപ്പരുടെ അവസ്ഥ വെച്ചിട്ട് പറയാം. അങ്ങനെ നോക്കുമ്പോഴേ ഉള്ള അവസ്ഥ അങ്ങനെ ഉണ്ടല്ലോ, അൽമർഉ യഖീസു ബിനഫ്സി എന്ന് അറിഞ്ഞില്ലേ? അങ്ങനെ മൂപ്പര് അത് വെച്ചിട്ട് പറഞ്ഞാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിക്കും. സുലൈമാൻ നബി അലൈഹി സ്വലാം 100 ഭാര്യമാരെ സമീപിച്ചു എന്ന് പറയുമ്പോ ജനാബത്ത് ഉണ്ടാകുന്നത് ഈ ഭാര്യമാരെ സമീപിച്ചാൽ മാത്രമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ അദ്ദേഹം മണിക്കൂറൊക്കെ പറഞ്ഞപ്പോഴേ ഇപ്പറഞ്ഞ സാധനം ഇതുണ്ടല്ലോ, ഇത് കുളി നിർബന്ധമാവാനുള്ളത്, അതിന് മണിക്കൂറൊന്നും വേണ്ടല്ലോ കസ്റ്റഡിയൻ. സാധാരണ നിങ്ങളെ അവസ്ഥ എങ്ങനെയാന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല. മണിക്കൂറൊന്നും വേണ്ടല്ലോ അത് പുറത്തു പോവാന് കേട്ടാ. സെക്കൻഡുകളെ കൊണ്ട് സംഭവിക്കുന്നതാണ്. അതിനെങ്ങനെ 10 മണിക്കൂറിന്റെ ടൈമൊന്നും വേണ്ട. ഏതാണെങ്കിലും ഉസ്താദ് നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ഇത് പ്രമാണങ്ങൾക്ക് വിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനൊന്നും എതിരല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? അതൊന്നും നിങ്ങൾ തുറന്നു പറഞ്ഞാൽ നന്നായിരുന്നു. കാരണം നിങ്ങളുടെ ആദ്യത്തെ ചോദ്യത്തിന് എന്ത് ചെയ്തു? ഉസ്താദ് പറഞ്ഞല്ലോ മറുപടി. അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? അത് ഏതെങ്കിലും ഖുർആനിനോ തിരുസുന്നത്തിനോ എതിരാണോ അങ്ങനെ സംഭവിക്കൽ? അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയാം. പിന്നെ സത്യസന്ധമായാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വർത്തമാനം കേട്ടാൽ തന്നെ നമുക്കറിയാം. കാരണം മൂപ്പര് എഡ്രിക്കോടിനടുത്തൊരു പള്ളിയിൽ കയറിയപ്പോൾ അവിടുന്ന് ഇങ്ങനെ രാത്രി എന്ത് ചെയ്തു ചെല്ലുന്നിട്ട് അപ്പോഴാണ് മൂപ്പര് എന്ത് ചെയ്തിട്ടുള്ളൂ, വിവരം അറിഞ്ഞിട്ടുള്ളൂ. മൊയ്തീമാലിയിൽ ഇങ്ങനെ ഒരു വരിയുള്ള വിവരേ അവർക്ക് വളരെ സത്യസന്ധമായാണ് അദ്ദേഹം അറിഞ്ഞിട്ടുള്ളത്. അതിലൊന്നും നമുക്ക് യാതൊരു ഇതുമില്ല, സംശയമില്ല. പക്ഷെ ഞങ്ങൾക്കൊരു ചെറിയ സംശയം. നിങ്ങൾ നേരത്തെ ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ ഇല്ല എന്നുള്ള അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അടുത്തതിലേക്ക് പോവാ എന്ന് ഒരു ശ്രോതാവ്, കേൾക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക്, ഞാൻ ഒരു കേൾവിക്കാരൻ എന്നുള്ള നിലക്ക് നിങ്ങളോട് വിനീതമായി അപേക്ഷിക്കുന്നു. നിങ്ങൾ തന്നെ മൈക്കെടുത്തോളൂ കസ്റ്റഡിയൻ. ഞാൻ മൈക്കോട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ നിങ്ങൾ പറഞ്ഞ രീതിയിൽ പിന്നെ ബോധ്യപ്പെട്ടില്ല എന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല, എല്ലാം ബോധ്യപ്പെട്ടു എന്നും പറയാൻ പറ്റില്ല. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം പ്ലീസ്. കാരണം ഈ പിന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ഒരു ആയുസ്സും
നമ്മൾ പിന്നെ ആയുസ്സുമായിട്ട് തുലനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ കാലം മുമ്പ് ജീവിച്ച അവരുടെ ആയുസ്സിന് ഒരുപാട് ഡിഫറൻറ്റ് ഉണ്ട്. പക്ഷേ ഇപ്പൊ ഈ ആധുനിക കാലത്ത് അത്യാധുനികമല്ലെങ്കിലും കുറച്ച് ഒരു 700 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച അദ്ദേഹത്തിന് ഇനി ഉണ്ടായെങ്കിൽ തന്നെ അദ്ദേഹത്തിനുമായി എഴുതി ഏത് കിതാബിലാ പറഞ്ഞാന്ന് പറഞ്ഞാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും. സുഹൃത്തെ, ഇപ്പോഴും പ്രശ്നങ്ങളെ മുഖദ്ദിമയുള്ളോ? നിങ്ങളെ ചോദ്യം ഇതാണ്, ഇതേത് കിതാബിലുള്ളതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞില്ല. നിങ്ങൾ അതിനെന്തിനാ സുലൈമാൻ നബിന്റെ ആയുസൊക്കെ പറഞ്ഞേ? അല്ലെങ്കിൽ ആയുസും രാത്രിയും തമ്മിൽ എന്താ ബന്ധം? ഒരു 1000 കൊല്ലം ആയുസുള്ള ആളെ ഒരു രാത്രിക്ക് 48 മണിക്കൂർ ദൈർഘ്യം ഉണ്ടാവോ? സുഹൃത്തെ, ആയുസ് 90 ആയാലും 9 ആയാലും രാത്രിക്ക് 12 മണിക്കൂറല്ലേ ഉണ്ടാവുള്ളൂ നമ്മളെ നാട്ടിലെ കണക്ക് പറഞ്ഞാല്, അല്ലേ? പിന്നെ എന്തിനങ്ങൾ ഈ ആയുസ്സുമായി ഇതിനെ ബന്ധപ്പെടുത്തി? നിങ്ങൾക്കത് മനസ്സിലാകണേ ഇല്ല. സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ആയുസ് എത്രയോ ഉണ്ടായിക്കോട്ടെ, മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളുടെ ആയുസ് 91 കൊല്ല. ഈ 91 കൊല്ലം ജീവിച്ച ഒരാളും ഇനി 950 കൊല്ലം ജീവിച്ച നൂഹ് നബി അലൈഹി ഇസ്ലാമും ആയുസ് 10% വ്യത്യാസം. 10% മാത്രമേ നൂഹ് നബിയുടെ ആയുസിന്റെ 10% മാത്രമേ മുഹിയുദ്ദീൻ ശൈഖിന് ആയുസുള്ളൂ. ശരിയാ? എന്ന് വെച്ചിട്ട് മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളുടെ ഒരു രാത്രിയും നൂഹ് നബിയുടെ രാത്രിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമോ? എന്തെങ്കിലും ഇതൊന്നും മനസ്സിലാക്കാത്തത്? അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ പിന്നെ നിങ്ങൾ ഇതിന് ആയുഷിന്റെ കണക്ക് ഇങ്ങനെ വെറുതെ പറയണത്? പിന്നെ ഇത് ഏത് കിതാബിലുള്ളതെന്നാ ചോദിച്ചാൽ അതൊരു ചോദ്യമാണ്. അത് മാത്രം ചോദിച്ചാൽ പോരെ, അപ്പൊ ഇതിന് ജവാബ് പറഞ്ഞുതരൂലേ? ഇത് മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ബഹ്ജത്തുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് തങ്ങൾ പറഞ്ഞതായി ഷെയ്ഖ് അബൂ സഈദ് അഹമ്മദുൽ ഹരീമി എന്നവർ പറഞ്ഞതായി ഉദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ജീലാനിയിൽ നിന്ന് ഷെയ്ഖ് അബൂ സഊദ് അഹമ്മദുൽ ഹരീമി എന്നവർ ഇങ്ങനെയുള്ള സംഭവം ആര് പറഞ്ഞതാ? ഷെയ്ഖ് ജീലാനി പറഞ്ഞ ഖാല നിംതു ബി ഈവാനി കിസ്റ ഫീ ലൈലത്തിൻ ശദീദത്തിൽ ബർദി ഫഹ്തമൽതു فقمت وذهبت الى الشط واغتسلت ثم نمت فاحتلمت فقمت وذهبت الى الشط واغتسلت هكذا 40 مرة. ഇങ്ങനെ 40 തവണ സംഭവിച്ചു എന്ന് ഷെയ്ഖ് ജീലാനി തങ്ങളാണ് പറയുന്നത്. അത് ഷെയ്ഖ് ജീലാനിയിൽ നിന്ന് സനദ് മുഖേന ഇത്തരം വിഷയം രേഖപ്പെടുത്തിയിട്ടുള്ള ബഹ്ജത്തുൽ അസ്റാറിൽ അതുണ്ട്. സക്കി ഉസ്താദ് ഇവിടെ അടിച്ചതുപോലെ ഗിബത്തുൻ നാദിർ ഫി തർജുമത്ത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ എന്ന ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ കിതാബിലും ഈ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ ഗിബത്തുൻ നാദിർ എന്ന് പറയുന്ന കിതാബ് തുടങ്ങുന്നത് തന്നെ ബഹ്ജത്തുൽ അസ്റാറിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ്. അപ്പൊ ബഹ്ജത്തുൽ അസ്റാർ എത്രയധികം ആധികാരിക ഗ്രന്ഥമാണ് എന്ന് മനസ്സിലാക്കാൻ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഈ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് തന്റെ ഗിബത്തുൻ നാദിർ തുടങ്ങിയത് തന്നെ ബുദ്ധിയുള്ളവർക്ക് മതിയായ തെളിവാണ്. അതിന്റെ പുറമെ ഗിബത്തുൻ നാദിറിൽ കൂടി ബഹുമാനപ്പെട്ടവർ പറഞ്ഞ സംഭവമാണിത്. ഷെയ്ഖ് ജീലാനി പറഞ്ഞതായി ഉദ്ധരിച്ച സംഭവമാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് കിതാബുകളിലുണ്ട്. മാത്രമല്ല അതിൽ അസംഭവ്യമായി ഒന്നുമില്ലെന്ന് സുലൈമാൻ നബിയുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതുമാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ബഹുമാന്യനായ കസ്റ്റഡിയൻ ഒന്ന് മൈക്കെടുത്ത് പറഞ്ഞാൽ തിരക്കടില്ല. നിങ്ങൾ മൈക്കിലേക്ക് വന്നോളൂ. കസ്റ്റഡിയൻ മൈക്കെടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ചോദിക്കുന്നത് മുഹിയുദ്ദീൻ ശൈഖ് അദ്ദേഹം തന്നെ എഴുതിയ പല കിതാബുകളുണ്ടല്ലോ, അതിൽ ഉദ്ധരിക്കാത്ത ഇപ്പൊ ഞാൻ ഈ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ക്ഷമിക്കണം. കാരണം എന്താ, എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇപ്പൊ നമ്മള് പിന്നെ പകരക്കാരൻ ഉസ്താദുണ്ടല്ലോ, അദ്ദേഹം എന്തെല്ലാം പറയണ്ട അതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് വിചാരിച്ച് അത് നിങ്ങളൊരാൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതുമാതിരി കൂട്ടിയാ പോരെ സഹോദര എന്ന് ഞാൻ ചോദിക്കുന്നത് എന്താ അറിയോ? മുഹിയുദ്ദീൻ ശൈഖിന്റെ കിതാബ് ഉണ്ടായിരിക്കെ പിന്നെ മറ്റുള്ള പിന്നെ ഒമയുനാദിസ്മി അൽഫം ബി ഖൽവത്തി അത് പിന്നെ മുഹിയുദ്ദീൻ ശൈഖ് പറയുന്നു എന്ന് നിങ്ങൾ ആരോപിക്കുന്നു. ആ ആരോപണം പോലെയല്ലേ ഇതും ഉള്ളൂ എന്ന് പറഞ്ഞാൽ കൊള്ളാം. അല്ല, ഇങ്ങനെ വസ്വാസാണെങ്കിൽ പിന്നെ ഒന്ന് പറഞ്ഞാൽ കൊള്ളും തോന്നണില്ല കേട്ടോ. ഒന്ന് പറഞ്ഞാൽ കൊള്ളാന്ന് പറഞ്ഞില്ല നിങ്ങള്. നിങ്ങൾക്ക് ഇത്ര വലിയ വസ്വാസ് ഉണ്ടെങ്കിൽ 1 അല്ല 10 അല്ല 100 പറഞ്ഞാലും കൊള്ളൂന്ന് സംശയമാണ്. ഏതാവട്ടെ പറഞ്ഞുതരാം. നിങ്ങൾ ചോദിച്ചല്ലോ, ആ സ്ഥിതിക്ക് പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറയണത് സ്വന്തം കിതാബ് പറഞ്ഞതേ സ്വീകരിക്കാൻ പറ്റുള്ളൂ അല്ലെ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ചുരുക്കം അല്ലേ? എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ആണെങ്കിൽ ഒന്ന് എസ് അടിക്കില്ലെങ്കിൽ നോ അടിക്ക്. അതായത് സ്വന്തമായി കിതാബിൽ പറഞ്ഞാലല്ലേ ഇത് സ്വീകരിക്കാൻ പറ്റുക, അതല്ലേ നിങ്ങൾ പറയുന്നത് ചുരുക്കം? കസ്റ്റഡിയൻ ഒന്ന് ആണെങ്കിൽ ഒന്ന് എസ് അടിച്ചാൽ മതി.
അത് ഇനി മൈക്കെടുത്ത് പറയണേലോ. സുഹൃത്ത്, നിങ്ങളിപ്പോ മൈക്കെടുത്ത് പറഞ്ഞത് ഇതല്ലേ അല്ലേ? അതല്ലേ? അല്ലെങ്കിൽ അല്ല എന്ന് പറഞ്ഞോളൂ. എന്നിട്ട് മൈക്കെടുത്ത് പറഞ്ഞോളൂ. സ്വന്തം കിതാബിൽ സ്വന്തം കിതാബിൽ പറഞ്ഞാൽ അല്ല, മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളെ സ്വന്തം കിതാബിലാണോ? മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾക്ക് സ്വന്തം കിതാബുകളുണ്ടല്ലോ, ആ കിതാബുകളിലൊന്നും ഇത് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ സ്വന്തം കിതാബിൽ പറയാത്തത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റുക? അതല്ല നിങ്ങളെ ചോദ്യം. ഇനി മൈക്കെടുത്ത ഇയാള് മൈക്കെടുത്ത് കാണാൻ തന്നെ പറയും ചെയ്യും. വെറുതെ സമയം കളയാനാ. ഹബീബെ, ഒന്ന് അടിക്കിങ്ങളെ, വെറുതെ സമയം പോണ്. ആ മൈക്കെടുത്ത് പറയും. എല്ലാവരും ഒന്ന് കേൾക്കട്ടെ നിങ്ങൾ മൈക്കെടുത്ത് പറഞ്ഞത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈക്കെടുത്ത് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൈക്കെടുത്ത് പറയാഞ്ഞാൽ നിങ്ങൾ പിന്നെ അതുകൊണ്ട് ചോദിച്ചു അപ്പൊ എസ് ഓർണോ പറയുന്നു. അപ്പൊ അതിനേക്കാൾ നല്ല ഒറ്റ അടിക്ക് പറയുന്നത് തീർക്കാലോ. ഈ ഒരു കാര്യം തന്നെ ഇത് സാധാരണ നമ്മൾ റോട്ടിലോ അല്ലെങ്കിൽ പിന്നെ സ്വന്തം ബെഡ്റൂമിൽ ചെയ്യുന്ന ഈ പിന്നെ അത് തുറന്നു പറയുന്നതിന് ആഭാസമില്ലേ? അപ്പൊ ആ ഒരു കാര്യം അദ്ദേഹത്തിന്റെ സ്വന്തം കിതാബിൽ എഴുതാതെ മറ്റൊരാളെ നീ എഴുതിക്കോന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ടോ എന്നറിയാം. പൊന്നാര ഹബീബ്, നിങ്ങൾ എവിടുന്നായി കേറിയിരുന്നേ? അറിയായിട്ട് ചോദിക്കുക ഞാൻ. കാരണം എന്താ പറയുക, നിങ്ങൾ ഇത് ആഭാസാണ്. അതുകൊണ്ട് നാലാളെ അറിയാൻ പാടില്ല. അപ്പൊ സ്വന്തം കിതാബിൽ എഴുതണം എന്നാ ഈ പറഞ്ഞു. കിതാബ് എഴുതണത് അൽമാറയിൽ വെക്കാനാ എന്തെങ്ങളീ പറയണത്? നിങ്ങളിപ്പോ പറഞ്ഞ വർത്താനങ്ങൾക്ക് മനസ്സിലായോ? ഇതൊരു ആഭാസമായ, നിങ്ങൾ പറഞ്ഞതാ ഞാൻ പറഞ്ഞത്, ഇതൊരു ആഭാസല്ലേ ജനാബത്തിന്റെ സംഗതി എന്നൊക്കെ പറഞ്ഞാല്? അല്ലേ? നിങ്ങൾ പറഞ്ഞ സംഗതി നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ പറഞ്ഞ എന്താ നിങ്ങള് ഇത് ജനാബത്തുണ്ടായ 48 ജനാബത്തുണ്ടായ സംഗതി എന്നൊക്കെ പറഞ്ഞത് ഒരു ആഭാസല്ലേ? ആഭാസം എന്ന് പറയുന്ന സംഗതിയൊക്കെ സ്വന്തം കിതാബിൽ എഴുതണ്ടേ? ഞങ്ങൾ നടത്തുന്ന ആഭാസമൊക്കെ നിങ്ങൾ ബുക്ക് ചെയ്ത് പ്രസിദ്ധീകരിക്കല? എന്തൊരു കഷ്ടാത്! അത് ആഭാസമാണെങ്കിൽ സ്വന്തം കിതാബിൽ എഴുതാതൊക്കെയല്ലേ വേണ്ടത്? എന്താ ഇയാൾ ഈ പറയണത്? പിന്നെന്താ ഉണ്ടായത്? മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ജീവിത ചരിത്രം മുഴുവനും മുഹിയുദ്ദീൻ ഷെയ്ഖ് സ്വന്തം കിതാബിൽ എഴുതിയതാ ആണോ? നെഹ്റുവിന്റെ ജീവിത ചരിത്രം എഴുതിയതോ? ഇപ്പോ നെഹ്റു മരണപ്പെട്ടതിന്റെ ശേഷം അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം എഴുതിയിട്ടില്ലേ? അപ്പൊ നിങ്ങളെന്താ പറയാ? അത് ഞാൻ വിശ്വസിക്കൂല. എന്താ അത് നെഹ്റുവിന്റെ ബുക്കിൽ എന്തല്ലാത്ത? അങ്ങനെ നിങ്ങളെന്താ ഈ പറയണത്? ഷാഫി ഇമാമിന്റെ ചരിത്രം ലോകത്തെ എത്ര പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്, അത് വിശ്വസിക്കൂല. എന്തേ അത് ഷാഫി ഇമാം എന്താ എഴുതാത്തത്? ഇങ്ങനെയാണോ ഒരു ചരിത്രം നോക്കൽ? നിങ്ങൾ എവിടുന്നത് ഈ വരുന്നത്? ഞാൻ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ചരിത്രം ലോകത്ത് എഴുതപ്പെട്ടിട്ടില്ലേ? റസൂൽ ഏതെങ്കിലും കിതാബ് എഴുതിക്കണോ ചരിത്രം പറഞ്ഞിട്ട്? അപ്പൊ നിങ്ങൾ ചോദിക്കുമല്ലോ അതൊന്നും ഞാൻ വിശ്വസിക്കൂല. എന്തേ? അതെവിടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പിന്നെ പറഞ്ഞിട്ടില്ലല്ലോ അത്, പിന്നെ വേറുള്ള എഴുതിക്കണ്? ഇങ്ങനെയാണോ? ഷാഫി ഇമാമ എഴുതിയതാ? അപ്പൊ ലോകത്ത് കിതാബുകൾ എഴുതുക എന്ന് പറഞ്ഞാൽ ഒരാളിങ്ങനെ എഴുതിണ്ടാക്കൽ മാത്രമല്ല. മനസ്സിലായോ? ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ചരിത്ര സംഭവങ്ങൾ ആ ശിഷ്യന്മാർ രേഖപ്പെടുത്തി വെക്കും. അങ്ങനെ രേഖപ്പെടുത്തി വെച്ച് പറയുന്നതും മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ ചരിത്രം തന്നെയാണ്. അല്ലാതെ മുഹിയുദ്ദീൻ ഷെയ്ഖ് എഴുതിയാൽ മാത്രമേ എന്റെ ചരിത്രമാവുള്ളൂ എന്നില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞതിന്റെ അവൽ, നിങ്ങൾ പറഞ്ഞതിന്റെ ആഖിറിനെതിരാ. കാരണം അതൊരു ആഭാസമായ സംഗതിയാണ്. അപ്പൊ മുഹിയുദ്ദീൻ ഷെയ്ഖ് നേരെ എഴുതേണ്ടതാണല്ലോ നിങ്ങൾ പറയണത്. അങ്ങനെ എഴുതാതൊക്കെയല്ലേ ചെയ്യേണ്ടത്? ഓക്കെ, ഞാന് പിന്നെ കേൾവിക്കാരൻ ഉസ്താദ് റൈസാൻ ഇതിന് ഞാൻ മൈക്ക് വിട്ടു. അല്ല, ഉസ്താദ് പറഞ്ഞ ഒന്നും കൂടി ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇവര് സാധാരണക്കാരെ പറ്റിക്കുന്ന ഒരു പോയിന്റാണ് ഇതൊക്കെ. അതുകൊണ്ട് സാധാരണക്കാരത് വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഇനിയിപ്പോ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ സംഭവം പറഞ്ഞല്ലോ, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ എഴുതിയ കിതാബിലല്ല ഉള്ളത്, അല്ലേ ഉസ്താദന്മാരെ? കോട്ടൂർ ഉസ്താദ് പോടെ എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോ സഹാബത്തോ എഴുതിയ കിതാബിലൊന്നും അല്ല ഇതൊന്നുള്ളത്, അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ഒരുപാട് ഉസ്താദന്മാരുണ്ടല്ലോ. ഇപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ സംഭവം പറഞ്ഞതേ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഇതൊരു മോശാന്ന് തോന്നിയോ ചേട്ടാ? അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ മൂപ്പര് മനസ്സിലാക്കിയുള്ള എന്താ പറയാ, ജനാബത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു മോശം കാര്യമാണ് എന്നുള്ള. എന്തൊരു വിഡ്ഢിത്താണ്! ഞാൻ ഇദ്ദേഹത്തെ ഞാൻ വിഡ്ഢി എന്ന് പറയുന്നില്ല, പക്ഷെ ഇത് പറയുന്ന ഇങ്ങനത്തെ ആൾക്കാർ, ഇങ്ങനത്തെ വിഡ്ഢികൾ എന്തുണ്ടല്ലോ ലോകത്തുണ്ടല്ലോ, കേട്ടിട്ടുള്ള ദൈവം പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ജനാബത്ത് ഉണ്ടാകുക കാരണം ഒരു മോശം കാര്യമാ? ഇവിടെ സന്താനോത്പാദനം നടക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. മനുഷ്യന്മാര് ഞാനും നിങ്ങളൊക്കെ ജനിച്ചത് കൊണ്ടാണ്. അതൊരു മോശം കാര്യമാ? അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം നിയമങ്ങളാണ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി ഞങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്? എത്ര കാര്യങ്ങളാണ് നമ്മുടെ മതകലാലയങ്ങളിലൊക്കെ പഠിപ്പിക്കപ്പെടുന്നത്? അതൊക്കെ ഒരു മോശ. പിന്നെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞതില്ലെന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. അതെന്താന്ന് പറഞ്ഞാല് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, മൗദൂദിന്റെ ചരിത്രം എഴുതിയിട്ടുണ്ട്, ഉമ്മർ മൗലവിന്റെ ചരിത്രം എഴുതിയിട്ടുണ്ട്, വക്കം മൗലവിന്റെ ചരിത്രം എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇ കെ മൗലവിന്റെ ചരിത്രം എഴുതിയിട്ടുണ്ട്, കെ എം മൗലവിയുടെ ചരിത്രം. ഇതൊന്നും അവരെഴുതിയതല്ല. അതുകൊണ്ട് അവരതൊന്നും വിശ്വസിക്കണ്ട സുഹൃത്തുക്കളെ. എല്ലാം എന്ത് ചെയ്താളി, കത്തിച്ചു കളഞ്ഞാള്. ഒറ്റൊന്നും ചെയ്യേണ്ട വിഷയം. കാരണം അതൊന്നും അവരെഴുതിയതല്ല. അവരെ പേരിൽ ഇവരെന്ത് പിന്നെ വന്ന മുജാഹിദീങ്ങൾ എന്ത് ചെയ്താണ്, കെട്ടിച്ചമച്ച് എഴുതിണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അതൊന്നും വിശ്വസിക്കണ്ട എന്നുകൂടി എന്ത് ചെയ്തു, ഇദ്ദേഹത്തിന്റെ ഈ വാദത്തിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ മൈക്ക് വിട്ടു. അദ്ദേഹം തന്നെ മൈക്കെടുക്കട്ടെ. അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മനസ്സിലാക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വലിയ കാര്യങ്ങൾ, നമ്മൾ കടപ്പറ കാര്യങ്ങൾ, ഭാര്യ ഭർത്തൃ ബന്ധം, അത് ശാരീരിക ബന്ധം, ഇതുപോലുള്ള കാര്യങ്ങൾ പുറത്ത് പറയുന്നതിന് തന്നെ ഒരു മോശക്കാരനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അങ്ങനെയല്ല, നീ കിതാബ് എഴുതിയ ആള് പിന്നെ മൊഹീദ്ദീൻ ശൈഖിന്റെ മണിയറ പിന്നെ ഒളിച്ചു നോക്കാൻ പോയിരുന്നു. അതും കൂടി മണിയറ ആൾക്ക് ഞാൻ എന്റെ മനസ്സിലാക്കുന്നത് നമ്മളൊക്കെ ഈ സാധാരണ ഒരു പിന്നെ ബുദ്ധിയുള്ള ല്ല പിന്നെ അതായത് ഇപ്പൊ യൂറോപ്യന്മാരൊക്കെ ചെയ്യുന്നുണ്ട് എനിക്കറിയില്ല. ഏതായാലും അപ്പൊ ആ ഇതൊന്നും പറഞ്ഞ ഈ അല്ല, അത് ഉസ്താദെ, അതിപ്പോ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളെ ഇത് വെച്ചിട്ടാണ് ബാക്കിയുള്ളവരെ അളക്കണത്. മണിയറയിൽ നടക്കണ കാര്യമാണ് എന്നുള്ളത് അല്ലേ? മൂപ്പരെ കൊണ്ട് എന്ത് ചെയ്യണം? മൂപ്പർക്ക് എന്ത് ചെയ്യണില്ല, ഒരു ദിവസം ഒന്നെ എന്ത് ചെയ്യണില്ല, ഒരു ജനാപത്തിന് ഉണ്ടാവണില്ല. പിന്നെ ഇപ്പൊ ഈ 40 വട്ടം 100 വട്ടം ഉണ്ടായി എന്നൊക്കെ പറയുമ്പോ മൂപ്പരെന്ത് ചെയ്യാണ്, അന്തം വിടുകയാണ്. അത് മൂപ്പര് എസ് അടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അതാ മൂപ്പര് എസ് അടിച്ചിട്ടുണ്ട്. മൂപ്പരെ കൊണ്ട് എന്ത് ചെയ്യും, മൂപ്പർക്ക് ഒരു വട്ടം തന്നെ ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ഈ 40 100 ഒക്കെ ഉണ്ടാകണം മണിയറ വല്ലാത്തൊരു മണിയറയാണല്ലോ എന്നുള്ളതാണ്. എന്താ ചെയ്യുക, എങ്ങനെയാണ് എന്ത് ചെയ്യണം മുജാഹിദ് മൗലവിമാരൊക്കെ ചിന്തിക്കലേ. അതുകൊണ്ടാണല്ലോ ഈ മുജാഹിദുകളെ, നിങ്ങളല്ലോ നിങ്ങൾ ബുദ്ധിമാനാണ്, നിങ്ങൾ കുറച്ചൊക്കെ ഒരു തിരുവാടുള്ള മനുഷ്യനാണെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ വർത്താനം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഈ മുജാഹിദ് മൗലവിമാരുടെ സ്ഥിതിയാ. ഈ മുജാഹിദ് ജമാഅത്ത് മൗലവിമാരൊക്കെ ചിന്തിക്കലെന്ന് എന്താണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരിയാണ്. അപ്പൊ ഇത് മണിയറയിൽ നടന്നതാണെന്ന് ഇപ്പൊ നിങ്ങളെ ഇവിടുന്ന് മനസ്സിലാക്കി. അതിപ്പോ ഈ മാലിയിൽ പറഞ്ഞോ മണിയറയിൽ നടന്നതാണെന്നുള്ളത്? അതിന് കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ ഒന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാല് ഇദ്ദേഹത്തല്ല കേട്ടോ, ഇദ്ദേഹം ഒരു തന്റെ ഇടമുള്ള മനുഷ്യനാ. പൊതുവെ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി മൗലവിമാരൊക്കെ അല്ലേ, അതിന്റെ പിന്നിൽ കൂടിയ ആളുകളും അവരുടെ ആവറേജ് ബുദ്ധിയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ നേതാക്കന്മാരായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാണില്ലേ ഇവരുടെ ആവറേജ് ബുദ്ധിയും ഇവരുടെ തീരുമാനിക്കലും ഒക്കെ. അതിന്റെ ഒരു ചെറിയ എക്സാമ്പിൾ ആണ്. ഇൻഷാ അല്ലാഹ് അത് ബാക്കി ഉസ്താദ് പറയും. കോട്ടൂർ ഉസ്താദിന്റെ മൈക്കിലേക്ക് വരും. ഉസ്താദ് മൈക്ക് എടുത്തതിന് ശേഷം മറ്റുള്ളവർക്ക് മൈക്ക് എടുക്കാവുന്നതാണ്. ഞാൻ മൈക്ക് വിട്ടു. അല്ല, ഇയാളെ നമുക്കൊരു സാമാന്യ ബുദ്ധി ഉണ്ടല്ലോ എന്നാ പറഞ്ഞത്. സാമാന്യ ബുദ്ധി പോയിട്ട് മിനിമം ബുദ്ധി ഉണ്ടെങ്കിൽ ഈ വർത്താനങ്ങൾ പറയില്ല. കാരണം നിങ്ങളിപ്പോ പറഞ്ഞതിന്റെ മറുപടിയൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞു. എന്താ നേരത്തെ ഞാൻ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞത് മണിയറേക്ക് ഒളിച്ചു നോക്കിയോ എന്നാണ്. മണിയറേക്ക് ഒളിച്ചു നോക്കിയോ ഇതറിയാണെന്ന. അതിനാണ് മനുഷ്യ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്, കേട്ടോളൂ. ഇത് മുഹയ്യദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞതാണ്, എനിക്കിങ്ങനെ അനുഭവം ഉണ്ടായി. അത് പറഞ്ഞെന്നാ പിന്നെ നിങ്ങളേക്ക് മണിയറേക്ക് ഒളിച്ചു നോക്കിയോന്ന്. മുഹയ്യദ്ദീൻ ശൈഖ് പറയാ തന്റെ ശിഷ്യന്മാരോട്, എനിക്ക് ഒരു രാത്രി ഇങ്ങനെ അനുഭവം ഉണ്ടായി. ഇത് മുഹയ്യദ്ദീൻ ശൈഖ് തങ്ങൾ പറയണമെങ്കിൽ വേറെ ആരെങ്കിലും മുഹയ്യദ്ദീൻ ശൈഖ് തങ്ങൾ കിടക്കണോടത്ത് പോയി നോക്കണോ? ഇതെന്തായിരിക്കും തിരിയാത്ത? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം വേറൊരാളോട് പറഞ്ഞു കൊടുത്താൽ അയാൾ നിങ്ങളെ പുരയിൽ വന്നു നോക്കി അതിന്റെ അർത്ഥം ആണോ? അത് ശരി, നിങ്ങൾ സുഖമില്ലാതായപ്പോ ഡോക്ടറെ അടുത്ത് എന്നിട്ട് പറഞ്ഞതാ മുഹയ്യദ്ദീൻ പിന്നെ കേൾവിക്കാരസ്ഥ പറഞ്ഞതുപോലെ ഒരാള് അസുഖം വന്നപ്പോ ഡോക്ടറെ അടുത്ത് എന്നിട്ട് സങ്കടം പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഇന്നലെ രാത്രി 4 വട്ടം സ്വപ്നസ്ഖലനം ഉണ്ടായിരുന്നു. ഡോക്ടർ അതിന് മരുന്ന് എഴുതി കൊടുത്തപ്പോ മൗലവിന്റെ കയ്യിൽ ഇത് കിട്ടിയിട്ട്, ഡോക്ടർ ഇയാളെ മണിയറയെ പോയി നോക്കിയോ, ഇന്നലെ അന്തിക്ക് 4 വട്ടം ഉണ്ടായി എന്നുള്ളതിന് എന്ന് നിങ്ങളല്ലാതെ വേറെ ആരെയും ചോദിക്കോ? ഒരു മനുഷ്യനുണ്ടായ അനുഭവം അയാള് മറ്റുള്ളവരുമായി പങ്കുവെക്കുന്ന സമയത്ത് അവർക്കത് അറിയാൻ സാധിക്കും. മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായ അനുഭവം മുഹയ്യദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞതായി ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ച നേരത്തെ.
നിങ്ങളിതൊന്നും ശ്രദ്ധിക്കണില്ല. ഖാല ഷെയ്ഖ് അബൂ സഊദ് അഹ്മദുൽ ഹരീമി ഖാല, ആര് പറഞ്ഞു? മുഹയ്യദ്ദീൻ ഷെയ്ഖ് തങ്ങൾ പറയാ, നിംതു, ഞാൻ ഉറങ്ങി. മുഹയ്യദ്ദീൻ ഷെയ്ഖ് തങ്ങൾ തനിക്കുണ്ടായ അനുഭവം പറയുമ്പോഴാണ് മറ്റുള്ളവരിത് അറിയുന്നത്, അല്ലാതെ മണിയേറെ പോയി നോക്കിയതല്ല. ഇതൊക്കെ പലവട്ടം പറഞ്ഞെന്നാലും പിന്നെ നിങ്ങൾ ചോദിക്കും മണിയേറെ പോയി നോക്കിയോ, മണിയേറെ പോയി നോക്കിയോ, മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ സുക്കട് വേറെയാണ്, അത് എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ. അപ്പൊ മുഹയ്യദ്ദീൻ ഷെയ്ഖ് തങ്ങൾക്കുണ്ടായ അനുഭവം മുഹയ്യദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ തന്റെ ശിഷ്യന്മാർക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ആ ശിഷ്യന്മാർ അത് രേഖപ്പെടുത്തി വെക്കുന്നത്. ഈ സംഭവം ലോകത്തെ പല പ്രശസ്ത പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ തെളിവൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ രേഖപ്പെടുത്തി. നിങ്ങൾ എന്താ പറഞ്ഞത്? ആരോപിക്കുകയാണ് അല്ലെ? ഈ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു മുഹയ്യദ്ദീൻ ഷെയ്ഖിന്റെ മേൽ ആരോപിച്ചതാണോ അത്? അങ്ങനെ ആരോപിക്കുന്ന ആളാണോ ഇബ്നു ഹജർ അസ്ഖലാനി? ആ ഇബ്നു ഹജർ അസ്ഖലാനിന്റെ ഫത്ഹുൽ ബാരി നിങ്ങൾ പലതിനും തെളിവ് തിരിക്കലുണ്ടല്ലോ. ആരോപിക്കുന്ന ഒരാളുടെ ഫത്ഹുൽ ബാരി നിങ്ങൾക്ക് പറ്റുമോ? എവിടുന്ന വഹാബികളെ നിങ്ങൾ വരുന്നത്? ചെറിയൊരു ബുദ്ധി നിങ്ങൾക്കും വേണ്ടേ? ചെറിയൊരു തലച്ചോറെങ്കിലും ഞാൻ മൈക്ക് കൂട്ടു. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഞാൻ വീണ്ടും വയനാടാണ്, ശ്രീലങ്ക. എനിക്ക് മലയാളത്തിൽ സംസാരിച്ചാൽ മനസ്സിലാകും ഉസ്താദ്. എന്റെ കേൾവി, അള്ളാഹു ഖുർആനിൽ പറയുന്നു, യസ്അലൂനക അനിൽ ഖംറി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ്. ഇതിന്റെ മനാഫിഅക്ക് എന്താണ് അർത്ഥം ഉസ്താദ്? അസ്സലാമു അലൈക്കും. അല്ല, നമ്മള് ഇപ്പൊ ഒരു ചർച്ച ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അത് കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ വയനാടൻ. നമ്മളെ റൂമിലെ ഒരാള് ഒരു വിഷയം സംസാരിച്ചാൽ ഒന്നിരിക്കെ അയാള് അത് മതിയാക്കണം, മൈക്ക് വിടണം. അല്ലെങ്കിൽ പിന്നെ അയാൾക്കത് ബോധ്യപ്പെട്ടു എന്ന് പറയണം. അത് അവസാനിച്ചതിന് ശേഷമേ മറ്റൊരാള് മറ്റൊരു വിഷയമായിട്ട് വരാൻ പാടുള്ളൂ. ഇപ്പോ ഇവിടെ ചർച്ച നടന്നിരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? വയനാടൻ കേട്ടിട്ടില്ലേ? അതെ. അപ്പൊ അത് തീരട്ടെ കേട്ടാ, അത് തീരട്ടെ. അതിന്റെ ശേഷം നിങ്ങൾ ചോദിക്കാം. മറ്റേത് ഒരാളൊന്നും ചോദിക്കും, അതിന്റെ ശേഷം വേറെ ആളൊന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് ബാക്കിയുള്ള സംശയങ്ങൾ അവിടെ കിടക്കും. അങ്ങനെയല്ല, ഓരോരുത്തരുടെ. ഇതിവിടെ ഇന്ന് മാത്രമുള്ളതല്ലല്ലോ, ഡെയിലി ഉള്ളതാണ്. 3 വർഷത്തോളമായി ഞങ്ങളിത് തുടരുന്നു. അൽഹംദുലില്ലാ, തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, തുടരുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ സംശയങ്ങൾ തീർക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുമുണ്ട്, ഇതിന്റെ പ്രവർത്തകർക്ക്, ഉസ്താദുമാർക്ക് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ മൈക്കിലേക്ക് ചാടി വരരുത്. ഏതായാലും ഇപ്പൊ കസ്റ്റഡിയന് ഒരു കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഖുർആനിനും സുന്നത്തിനും ഒന്നും ഇത് എതിരല്ല. പിന്നെ മൂപ്പർക്ക് ഉള്ള പ്രയാസം എന്താണ്? മൂപ്പര അനുഭവം വെച്ച് നോക്കുമ്പോ അതൊരു പ്രയാസമുള്ള കാര്യമായിട്ടാണ് മൂപ്പര് കാണുന്നത്. അതേ ഇപ്പൊ ഇതിന് വിഷയമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഇല്ലേ? കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അങ്ങനെ തന്നെയല്ലേ തോന്നിയത്? അല്ലേ? ഖുർആനും സുന്നത്തിനും എതിരാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യേണ്ടിയിരുന്നു? അത് ഖുർആൻ ഈ പറഞ്ഞതിനെതിരാണ്, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞതിനെതിരാണ്, അതുകൊണ്ട് നമുക്കത് സ്വീകരിക്കാൻ പറ്റൂല എന്നുള്ളത് പറയേണ്ടിയിരുന്നു. അത് അദ്ദേഹം പറഞ്ഞിട്ടില്ല, അത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതാണല്ലോ, ചിലതൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്, ചിലത് വരാത്തതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത്. ആ വരാത്തതുള്ളതെന്ന് പറഞ്ഞാല് അദ്ദേഹത്തെ വെച്ച് അളക്കുകയാണ്. പിന്നെ ഇവിടെ തന്നെ ഒരു ചെറിയ കബളിപ്പിക്കൽ എന്ത് ചെയ്യലുണ്ട്, മുജാഹിദുകൾ, ജമാഅത്തെ ഇസ്ലാമിക്കാർ നടത്താറുണ്ട്. അതും കൂടി അദ്ദേഹത്തിന് ചോദ്യത്തിൽ വരുമെന്ന് ഞാൻ കരുതിയിരുന്നു. വരാത്തതുകൊണ്ട് ഞാൻ അതൊന്ന് സൂചിപ്പിക്കുകയാണ്. കോട്ടൂർ ഉസ്താദ് കരുതുന്നു. എന്ന് പറഞ്ഞാല് ഒരു രാത്രിയിൽ 40 പ്രാവശ്യം ജനാബത്തുണ്ടായി, 40 പ്രാവശ്യം കുളിച്ചു എന്ന് പറയുമ്പോൾ അത് മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ ഒരു കറാമത്താണ് എന്നുള്ള നിലക്കാണ് എന്ത് ചെയ്യല് ഇവര് പറഞ്ഞ് പരിഹസിക്കാറുള്ളതും. പിന്നെ മാത്രമല്ല, ചില മണ്ടൻ മൗലവിമാര് ചോദിക്കാറുമുണ്ട്, എന്ത് 40 വട്ടം ഉണ്ടായാലും ഒരു കുളി പോരെ, പിന്നെന്തിനാ 40 വട്ടം കുളിച്ചു? ജനാബത്ത് കുളി നിർബന്ധമാവുന്ന ഒന്നിലധികം കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചുണ്ടായാലും കുളി ഒന്നല്ലേ നിർബന്ധമുള്ളൂ. ഈ മസല പോലും ആർക്ക് മൊഹീദ്ദീൻ ഷെയ്ഖിന് അറിയില്ലേ എന്ന് ചോദിച്ച് സാധാരണക്കാരെ കബളിപ്പിക്കാറുമുണ്ട്. അതും കൂടി ഇൻഷാ അല്ലാഹ് പിന്നെ അടുത്ത പ്രാവശ്യം ഉസ്താദ് മൈക്കെടുക്കുമ്പോൾ അതും കൂടി ഒന്ന് വിശദീകരിച്ചാൽ അത്തരം കബളിപ്പിക്കലിൽ നിന്നുകൂടി
സാധാരണക്കാരെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയും എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ കൊട്ടൂർ ഉസ്താദിലേക്ക് മൈക്ക് കൈമാറുന്നു. അതിനുശേഷം കസ്റ്റോഡിയന് മൈക്ക് എടുക്കാവുന്നതാണ്. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അതിന്റെ പുറമെ ഉസ്താദ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഉസ്താദ് തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു. പിന്നെ വഹാബികളുടെ ചില കുപ്രചരണങ്ങളാണ് മുഹയ്യദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കറാമത്തായിട്ട് ഇതിനെ അവതരിപ്പിക്കുന്നത്. സത്യത്തിൽ ഇത് മുഹയ്യദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ കറാമത്തല്ല, കറാമത്തായിട്ടുമല്ല മഹാന്മാർ ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. 40 വട്ടം ജനാബത്തുണ്ടായി എന്നതൊരു കറാമത്തായി അവതരിപ്പിച്ചതല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഷദ്ദുന്നാസി ബലാഅൻ അൽ-അംബിയാഉ ഫൽ അംസലു ഫൽ അംസലു. പരീക്ഷണം ഏറ്റവും അധികം വരിക അമ്പിയാക്കൾക്കാണ്, പിന്നെ അമ്പിയാക്കളോട് കൂടുതൽ അടുത്ത മഹാന്മാർക്കാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് അല്ലാഹു തആല മുഹയ്യദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പരീക്ഷിച്ചതാണ് 40 തവണത്തെ ജനാബത്ത് കൊണ്ട്. അങ്ങനെ ജനാബത്തുണ്ടാകുമ്പോ കുളിക്കാതെ കിടന്നുറങ്ങാമെങ്കിലും അത് ഞമ്മക്കേ പറ്റുള്ളൂ. മുഴത്തിനു മുഴം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റി ജീവിച്ചത് കൊണ്ടാണ് മുഹയ്യദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന് ഈ മഹത്തൊക്കെ കിട്ടിയത്. ആ മുഹയ്യദ്ദീൻ ഷെയ്ഖ് തങ്ങളോട് അടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു നിർദ്ദേശം, നിങ്ങൾക്ക് ജനാബത്തുണ്ടായി കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന്റെ മുമ്പ് ശുദ്ധി വരുത്തുന്നതാണ് നല്ലത്. ആ ശുദ്ധി 2 രീതിയിലുണ്ട്. വുളൂ ചെയ്ത് ശുദ്ധി വരുത്താം, അതെങ്കിലും ചെയ്യണം. കുളിച്ചാൽ ഏറ്റവും നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകട്ടെ സാധാരണക്കാർക്കും അസാധാരണക്കാർക്കുമുള്ള റസൂലായതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ 2 രീതിയിലും പെരുമാറിയിട്ടുണ്ട്. ചിലപ്പോൾ ജനാബത്തുണ്ടായാൽ ഉടനെ കുളിച്ചിട്ടുണ്ട്, ചിലപ്പോൾ വുളൂ ചെയ്ത് ഉറങ്ങിയതിന്റെ ശേഷം പിന്നീടും കുളിച്ചിട്ടുണ്ട്. അപ്പൊ മുഹയ്യദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ മാത്രം പെരുമാറുന്ന ഒരു മഹാവലിയായതുകൊണ്ട് തന്നെ ജനാബത്തുണ്ടായാൽ ഉറങ്ങുന്നതിന്റെ മുമ്പ് അപ്പോൾ തന്നെ കുളിക്കുക എന്ന ഏറ്റവും ഉദാത്തമായ മാർഗമാണ് ബഹുമാനപ്പെട്ട മുഹയ്യദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ സ്വീകരിച്ചത്. അങ്ങനെ സ്വീകരിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ മാർഗത്തിൽ ബഹുമാനപ്പെട്ടവർ ഉറച്ചു നിൽക്കുന്നതിനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഒരു രാത്രി 40 തവണ ബഹുമാനപ്പെട്ടവർക്ക് ജനാബത്തുണ്ടായത്. അങ്ങനെ ആ പരീക്ഷണങ്ങളെ 40 തവണ കുളിച്ചുകൊണ്ടും പിന്നീട് ഉറങ്ങാതെ നിന്നുകൊണ്ടുമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹയ്യദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ആ പരീക്ഷണത്തിൽ വിജയിച്ചത് എന്നാണ് ചരിത്രകാരന്മാർ മുഹയ്യദ്ദീൻ ഷെയ്ഖ് തങ്ങളെ തൊട്ട് ഉദ്ധരിച്ച ഈ വിഷയത്തിൽ അടങ്ങിയിട്ടുള്ളത്. പിന്നെ അവിടെ വഹാബികൾ പരിഹസിക്കണ വേറൊന്നുകൂടി ഉണ്ട്. കാരണം മാലയിൽ വേറൊരു വരിയിൽ ഇങ്ങനെ കാണാം, എന്ത്, മുഹയ്യദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു കുറെ കാലം സുബ്ഹി നിസ്കരിച്ചത് ഇശാ നിസ്കരിച്ച വുളു കൊണ്ടാണ്. കേട്ടില്ല നിങ്ങള് അല്ലേ? ഇശാ നിസ്കരിച്ച വുളു കൊണ്ടാണ് മുഹയ്യദ്ദീൻ ഷെയ്ഖ് നിങ്ങൾ സുബ്ഹി നിസ്കരിച്ചത് എന്ന്. അപ്പൊ ഇതിലാണെങ്കിലോ ജനാബത്തുണ്ടായത് ഉറക്കത്തിലാണ് എന്നും പറയും. അപ്പൊ ചോദിക്കും ഇങ്ങനെ, അപ്പൊ ഉറങ്ങിയ ഒളു മുറിയില്ലേ? വഹാബിന്റെ പരിഹാസാണ്. അപ്പൊ ഉറങ്ങിയ ഒളു മുറിയില്ലേ? കാരണം എന്താ, സുബ്ഹി നിസ്കരിച്ചത് ഇശാ നിസ്കരിച്ച ഒളു കൊണ്ടാകുന്നുണ്ടല്ലോ, ഇതിനെ ഉറങ്ങിയും ചെയ്ത് പിന്നെ എങ്ങനെ ഉറങ്ങിയ ഒളു മുറിയില്ലേ എന്ന് ചോദിച്ച് പരിഹസിക്കാറുണ്ട്. ഇതും വഹാബിന്റെ മറ്റൊരു പരിഹാസാണ്. അതിന്റെ മറുപടി എന്താ? അതിന്റെ മറുപടി കേട്ടോളൂ. സുബ്ഹി നിസ്കരിച്ചത് ഇശാ നിസ്കരിച്ച ഒളു കൊണ്ടാണ് എന്ന് പറഞ്ഞത് മാലയുടെ അതേ വരിയിൽ തന്നെയുണ്ട്. എത്ര കൊല്ലം? 40 കൊല്ലം. കണ്ടോ? 40 കൊല്ലം മുഹയ്യദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ രാത്രി ഉറങ്ങാത്ത അവസ്ഥയായിരുന്നു. ആ കാലയളവിൽ ബഹുമാനപ്പെട്ടവർ ഇശാ നിസ്കരിച്ച വുളൂ സുബ്ഹിയുടെ സമയത്തും ബാക്കിയായിരിക്കും, കാരണം രാത്രി ഉറങ്ങാറില്ല. എന്നാൽ മുഹയ്യദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ആകെ ജീവിച്ചത് 91 വർഷമാണ്. 40 കൊല്ലം കഴിച്ചാൽ ബാക്കി 51 വർഷം മുഹയ്യദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിൽ കുട്ടിക്കാലം കഴിച്ചാലും ബാക്കി 35 വർഷത്തിലേറെ 36 വർഷത്തോളം മുഹയ്യദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ പ്രായപൂർത്തിയായതിന്റെ ശേഷം തന്നെ ഈ 40 കഴിച്ചാൽ പിന്നെയുമുണ്ട്. ആ കാലയളവ് മുഹയ്യദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഉറങ്ങണ സമയവുമാണ്. അല്ല, ഉറങ്ങിയപ്പോഴാണ് ഈ ജനാബത്ത് ഉണ്ടായത്. അങ്ങനെയാണ് ചരിത്രം പറയുന്നത്. ഉറക്കത്തിൽ സ്വപ്നസ്ഖലനം ഉണ്ടായതാണ്. അപ്പൊ ആ 40 ഇത്രയും വർഷം മുഹയ്യദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഉറങ്ങിയിട്ടുണ്ട്. ഉറങ്ങാതെ കഴിഞ്ഞത് 40 കൊല്ലമാണ്. മനസ്സിലായോ?
അപ്പൊ അത്രയും ദിവസം ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ ഉറക്കമുള്ള രാത്രികളും ഉണ്ടായിട്ടുണ്ട്, ഉറങ്ങാത്ത രാത്രികളും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രം വിശദമായി മനസ്സിലാക്കൂ. ബാണ്ടങ്ങേമാരെ, നിങ്ങൾ ചരിത്ര കിതാബൊന്നും ബഹയ്യത്തുൽ അസ്റാറും ഖിബദത്തുൻ നാസിറും നിങ്ങൾ നോക്കണ്ട. നിങ്ങളെ മനസ്സറിഞ്ഞ് മുഹിയുദ്ദീന്മാരൊന്ന് ചൊല്ലി വെക്കിയാൽ മതി കേട്ടോ. അതേ നിങ്ങൾക്ക് പറ്റൂല്ലോ, നിങ്ങൾക്ക് ഉമ്മറുമാലല്ലേ പറ്റുള്ളൂ. അതാണ് ആകെ പ്രശ്നേ. മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെ ചരിത്രമൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് അറിയണമെങ്കിൽ മനസ്സിലെത്തിയിട്ട് മുഹിയുദ്ദീന്മാരൊന്ന് ചൊല്ലി വെക്കിയാൽ മതി. അതാണ് ആകെയുള്ള കുഴപ്പം കേട്ടോ. അല്ലാഹു തആല നല്ല മനസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് തൽക്കാലം ഞാൻ മൈക്ക് കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ആ ടെക്സ്റ്റ് ഡോട്ട് ഒന്ന് ചില കാര്യത്തിന് എസ് ഓർ നോ അടിക്കണമെന്നില്ല, ടെക്സ്റ്റ് ഡോട്ട് ഉണ്ട് തോന്നുന്നതാണ്. ഇവിടെ ടെക്സ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഏതായാലും പിന്നെ ഉസ്താദ് പറഞ്ഞല്ലോ കുറച്ച് സമയം മുമ്പ് പിന്നെ ഏതോ ഒരു നാട്ടിൽ 1 മണിക്കൂറൊക്കെ പകലുള്ളൂ, ബാക്കി സമയം മുഴുവൻ രാത്രിയാണ്. പക്ഷെ ഇറാഖിലാണ് മൊഹീദ്ദീൻ ശൈഖ് ജനിച്ചു പിന്നെ വളർന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആ പരിസരത്ത് ഇറാഖിന്റെ അപ്പുറത്തപ്പുറത്ത് പോയിട്ടുണ്ടാവും. അപ്പൊ അവിടെയൊക്കെ ഏകദേശം നമ്മളെ പിന്നെ സൗദി സമയത്തിന്റെ ഒരു ഈക്വലോ അല്ലെങ്കിൽ ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പൊ ഈ സമയത്തിന്റെ ഇടയിൽ ഒന്ന് പിന്നെ എത്ര പിന്നെ രാത്രി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ കാക്കാക്ക് തീരെ അന്തല്ലേ, അറിയായിട്ട് ചോദിക്കാണ്. ഞാൻ എന്റെ തൊണ്ട വേദന ഉണ്ട്. ഞാൻ ഇപ്പൊ പലവട്ടം ഒരുപാട് കാര്യം പറഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് ആകെ പഠിഞ്ഞത് ഞാൻ ഫിൻലാൻഡിലെ ടൈം പറഞ്ഞതാ. എന്തോ ഒരു കഷ്ടാണിത്. നിങ്ങൾക്ക് ആകെ പഠിഞ്ഞത് ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ കുറെ വിഷയങ്ങളോട് വിശദീകരിച്ചു തന്നു. അത് വിശദീകരിച്ചൊക്കെ തന്നിട്ട് അവസാനം നിങ്ങൾക്ക് പഠിഞ്ഞ എന്താ? ഫിൻലാൻഡിലെ ടൈം ഞാൻ പറഞ്ഞാണ് ആകെ നിങ്ങൾക്ക് പഠിഞ്ഞത്. വേറൊന്നും നിങ്ങൾക്ക് പഠിഞ്ഞിട്ടില്ല. ഇനി അതിലുള്ള ഇസ്കാരമായിട്ട് ഞങ്ങൾ പറഞ്ഞത് അത് വിട്ടേക്ക്, നിങ്ങള് ടൈം വിട്ടേക്ക്. മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ എവിടെ ആയിക്കോട്ടെ, ഇറാഖിലോ എവിടെങ്കിലും ആയിക്കോട്ടെ, എന്താ നിങ്ങൾക്കുള്ള പ്രശ്നം? ഒരു രാത്രിയിൽ എത്ര മണിക്കൂർ ഉണ്ടാവുന്ന? നിങ്ങൾ നേരത്തെ കൂട്ടിയ മണിക്കൂർ എത്രയെന്ന് 10 10 ആയിക്കോട്ടെ. ഈ 10 മണിക്കൂറിന് 40 ഘട്ടം ജനാപത്തുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് നിങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞത്. അത് എന്തെങ്കിലും ഈ പറയണത് കേട്ടോ. ഒരു രാത്രി 10 മണിക്കൂർ ഞാൻ ഏറിയിട്ട് ഒരു പ്രശ്നം വേണ്ട. ഈ 10 മണിക്കൂറിന്റെ ഇടയിൽ 40 തവണ ഒരു ജനാപത്തിനാണ് നിങ്ങൾക്ക് എത്ര മിനിറ്റ് വേണം കേട്ടോ? ആ ജാതി ചർച്ച നമ്മൾ നടത്തിയാലേ ഇതിൽ വല്ല യൂനാനി ഡോക്ടർമാരും ഉണ്ടെങ്കിൽ നിങ്ങൾ കുടുങ്ങും കേട്ടോ. വെറുതെ അപ്പടിക്ക് കണ്ട കേട്ടോ. അതാ നല്ലേ. ഇയാള് പറഞ്ഞ വർത്താനം കേട്ടോ. ഒരു വട്ടം ജനാപത്തുണ്ടാകണമെങ്കിൽ എത്ര മിനിറ്റ് വേണമെന്ന് ചോദിച്ചപ്പോ അത് ചോദിക്കേണ്ട ഗതിയല്ലേ ഇപ്പോ? വെറുതെ എന്തെങ്കിലുമൊക്കെ വന്ന് പറയുന്നേ. അതുകൊണ്ടേ നിങ്ങൾ ഈ പറഞ്ഞ ഇത്രയും നേരം ചെയ്ത ചർച്ചയുമായിട്ട് ഒന്ന് ക്രിയാത്മകമായി പ്രതികരിക്കണം കേട്ടോ. വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് സമയം കളയലില്ല. ആകെ ഫിൻലാൻഡിലെ ടൈമായപ്പോ നിങ്ങൾക്ക് ഇതിന് കിട്ടിയൊരു കോണം. തിരക്കടില്ല. ഞാൻ മൈക്കോട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ല, ഇറാഖിലാവുമ്പോ അത് എന്ത് ചെയ്യൂല, 10 മണിക്കൂർ കൊണ്ട് തികയില്ല എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത് ഉസ്താദെ. അപ്പൊ അതാ ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ അനുഭവം വെച്ച് പറയണതെന്ന്. അതിനിപ്പോ നമ്മളെന്താ കാട്ടുക? ഓരോരുത്തരുടെ അനുഭവം വെച്ചിട്ട് അവനവനെ വെച്ച് മറ്റുള്ളവരെ അളക്കണീനിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? നമുക്ക് തിരുത്താൻ കഴിയോ? 10 മണിക്കൂർ പോരാന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. പിന്നെ അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞല്ലോ, സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ജനാബത്ത് ഒരു രാത്രിയിൽ 100 വട്ടം ഉണ്ടായി എന്ന് റസൂലുള്ള പറഞ്ഞുകൊണ്ട് നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ സുഹൃത്തുക്കളെ. അതുണ്ടായത് എവിടെ? അത് പലസ്തീനിലാ. അതും ഏഷ്യ വൻകരയുടെ ഒരു ഭാഗം തന്നെയാണ്. മനസ്സിലായോ? കസ്റ്റോഡിയൻ ഇറാഖിന്റെയും അതിന്റെ ഇടയില് ചെറിയൊരു രാജ്യമേ എന്തുള്ളൂ, ഇടക്കുള്ളൂ. അതിന്റെ അപ്പുറത്താണ്, മെഡിറ്ററേനിയൻ കടലിന്റെ തീരത്താണ് എന്തുള്ളത്, പലസ്തീൻ ഉള്ളത് കേട്ടാ. അപ്പൊ പലസ്തീനിൽ എന്ത് ചെയ്യാ? 10 മണിക്കൂർ കൊണ്ട് 100 വട്ടം ആകാമെന്നും ഇറാഖിൽക്ക് എത്തുമ്പോ അത് 40 വട്ടം തന്നെ ഉണ്ടാകാൻ പാടില്ല എന്നും. അതെങ്ങനെ ഇപ്പൊ ഈ കേട്ടുകൊണ്ടിരിക്കണേ ആളുകള് എന്താ ചെയ്യാ? അദ്ദേഹം അവിടെ പൂവടിക്കുന്നുണ്ട്. എന്താ കാരണം എന്നറിയോ? അദ്ദേഹത്തിന്റെ അനുഭവമാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അനുഭവം പറയാണ്. അതിനിപ്പോ നമുക്ക് നിർവാഹമില്ല. ചിലർ തീരെ ഇല്ലാത്തവരും ഉണ്ടാവും. അങ്ങനെ ഉണ്ടല്ലോ, വേനൽക്കാലം ആദ്യം വരണ്ടു പോയവരും ഉണ്ടാവും. അതിനിപ്പോ നമ്മളെന്താ ചെയ്യണ്? അതിന് വല്ല ഡോക്ടർമാരെ സമീപിക്കുക. അതുകൊണ്ട് കസ്റ്റഡിയർ എന്ത് ചെയ്യാന്ന് പറഞ്ഞാല്
ഏറ്റവും അടുത്ത നല്ല ഡോക്ടർ ഉണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട്, നിങ്ങൾ അദ്ദേഹത്തെ സമീപിക്കുക എന്നാണ് ഇപ്പോ അദ്ദേഹത്തോട് ബഹുമാനപൂർവ്വം പറയാനുള്ളത്. അല്ല, നമുക്കിപ്പോ അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ അതിനിപ്പോ ചികിത്സ നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാനുണ്ടോ? പാലക്കാടൻ ഭൂമി വരേണ്ട മാതിരി വരേണ്ട ആൾക്കാരുണ്ടാവും കേരളത്തില്. അപ്പൊ അതിനിപ്പോ നമ്മളെന്ത് ചെയ്യാനാ? ഞാൻ മൈക്കൂട്ടു. ഏതായാലും ഇൻഷാ അള്ളാ മറ്റുള്ള ആളുകൾ വരട്ടെ. ഇനി ഇതില് കാര്യമില്ല എന്നാണ് എല്ലാവരും പറയുന്നത്, ഇല്ലേ സുഹൃത്തുക്കളെ? വെറുതെ ഉസ്താദിന്റെ സമയമൊക്കെ നാട്ടിൽ നിന്നാണ് ഉസ്താദ് സംസാരിക്കുന്നത്, അല്ലേ? ഇപ്പൊ ഏതാണെങ്കിലും ഇത് കേട്ടുകൊണ്ടിരുന്ന ആളുകൾക്കൊക്കെ ഈ വിഷയം പഠിച്ചില്ലേ, മനസ്സിലായില്ലേ? അതാണ് നമുക്കറിയേണ്ടത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന 425 ഐഡിയിലുള്ള ആളുകൾ ഇപ്പൊ നമ്മളെ റൂമിലുണ്ട്. ഇതിലേറെ ആളുകൾ ഇത് റേഡിയോ വഴി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഈ ഇത്തരം കുതന്തരം ചോദ്യങ്ങൾ വഹാബി മൗദൂദി മൗലവിമാരോ അതിന്റെ ആളുകളോ ചോദിച്ചാൽ എങ്ങനെ അവരെ നേരിടണം എന്നുള്ളത് എല്ലാവരും പഠിച്ചോ? ഇത് കേട്ടുകൊണ്ടിരുന്നവരൊക്കെ പഠിച്ചോ? പഠിച്ചെങ്കിൽ നിങ്ങളൊന്ന് എസരിക്ക്. അഞ്ഞ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അവര് വരി. എല്ലാവരും പഠിച്ചു, അൽഹംദുലില്ലാ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഉസ്താദ്മാര് അവരുടെ വിലപ്പെട്ട സമയവും ഊർജവും ചെലവഴിക്കുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്. ചോദിക്കുന്ന ആളുകൾ പലതും ചോദിച്ചെന്ന് വരും. അത് ഓരോരുത്തരും അവരവരുടെ ബുദ്ധിക്കനുസരിച്ചും അവരവരുടെ അനുഭവവും അവനവന്റെ ആരോഗ്യസ്ഥിതിയും ഒക്കെ വെച്ചിട്ടായിരിക്കും അവരീ പറയുന്നത്. അതിനിപ്പോ നമ്മൾ പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല. അത് നമ്മളെ കൊണ്ട് തിരുത്തി കൊടുക്കാൻ പറ്റൂല. നമുക്ക് ഈ വിഷയങ്ങൾ ഇങ്ങനെ പറ്റുമോ പറ്റൂല, ഇസ്ലാമികമായി അത് നടക്കുവോ പറ്റൂല എന്നുള്ളതൊക്കെ അല്ലേ ഉസ്താദന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ കസ്റ്റോഡിയൻ ഇപ്പൊ എന്ത് ചെയ്യണില്ല, ജനാപത്ത് തന്നെ ഉണ്ടാവണില്ല എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ നമ്മളെന്താ ചെയ്യണം? അതിനിപ്പോ നിർവാഹമില്ല, നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റണമല്ല. അദ്ദേഹം ഡോക്ടറെ സമീപിക്കട്ടെ എന്നല്ലേ എന്നാണ് നമുക്ക് പറയാനുള്ളത്. അദ്ദേഹം ഒന്നും കൂടി മൈക്ക് ചോദിക്കുന്നുണ്ട്. ഏതായാലും ഒന്നും കൂടി അദ്ദേഹത്തിന് മൈക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം ഇൻഷാ അള്ളാ മറ്റുള്ളവർക്ക് മൈക്ക് എടുക്കാവുന്നതാണ്. ഞാൻ മൈക്ക് കൊടുത്തു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്ക് ഒരുപാട് ആൾക്കാർ പല രീതിയിലും പിന്നെ അതൊന്നും ഞാൻ കെയർ ചെയ്യുന്നില്ല. കാരണം ഉസ്താദന്മാർക്കൊക്കെ വളരെ നന്ദിയുണ്ട്. കാരണം എന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നതിന്. കാരണം എനിക്ക് എന്റെ റേഞ്ച് നിങ്ങളെ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കണ്ടല്ലോ. വളരെ വെരി ഗുഡ്, വെരി ഗുഡ്. ഐ അപ്രീഷിയേറ്റ് ചെയ്യാൻ കൂടി ഞാൻ ഇത് ഉപയോഗിക്കണം. ഏതായാലും വളരെ നന്ദിയുണ്ട്. കാരണം ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം ഇല്ല എന്നുള്ള കാര്യം ഉറപ്പായില്ലേ? ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉണ്ടെങ്കിൽ ഇനിയും പറയാം, എനിക്ക് മൈക്കെടുക്കാനുള്ള അവസരം തരണം. അതിപ്പോ എല്ലാവർക്കും കേട്ടവർക്കൊക്കെ മനസ്സിലായില്ലേ? ചോദ്യത്തിനൊന്നും മൂപ്പര് ചോദിച്ചതിനൊന്നും ചെയ്തിട്ടില്ല. മൂപ്പര് ചോദിച്ചതിനൊന്നും എന്തില്ല, ഇവിടെ ഉത്തരമില്ല എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ അല്ലേ സുഹൃത്തുക്കളെ? അല്ലേ? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അത് മതി, അത് മതി. അല്ല, ഇനിയൊരു മിനിറ്റ് ഇല്ല കേട്ടാ. ഇനി ഞങ്ങൾക്കൊന്നും പറയാനില്ല. നിങ്ങളോട് അവസാനമായി പറയാനുള്ളത് നിങ്ങളെ നല്ലൊരു ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ് കേട്ടാ. അതിനിപ്പോ നിങ്ങൾ കോട്ടക്കലിന്റെ അടുത്താണെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ ആ വാര്യരെ തന്നെ ഒന്ന് കാണുന്നതാണ് നല്ലത് കേട്ടാ. കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ നാടൻ ചികിത്സ ഇതിനൊക്കെ നല്ലതേ, മറ്റീനേക്കാളൊക്കെ കേട്ടാ. ഒരു ഉച്ചിലും ബീച്ചിലും തേപ്പുമൊക്കെ കഴിച്ചാലേ അതായിരിക്കും കൂടുതൽ ബെസ്റ്റ് എന്നാ എനിക്ക് തോന്നുന്നത്. നിങ്ങളെ വർത്താനം കൊണ്ട് നിങ്ങൾ പറഞ്ഞെങ്ങനെ കോട്ടക്കലിന്റെ അടുത്താണെന്നാണല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം അവിടെ നമ്മുടെ ആര്യവൈദ്യശാലയിലേ വാര്യരൊന്ന് കാലേ കൂട്ടി ബുക്ക് ചെയ്തിട്ടേ ഈ പ്രോബ്ലം ഒന്ന് പറഞ്ഞാളേ കേട്ടാ. ഇങ്ങനെ 40 വട്ടം എന്നൊക്കെ പറഞ്ഞേക്കുന്നുണ്ട്. എനിക്കൊരു വട്ടം തന്നെ എന്ത് ചെയ്യണില്ല, 40 ഇടക്ക് ഒരു വട്ടവും ആകാത്ത ഗതികേടാണുള്ളത്. അതുകൊണ്ട് ഇതിനെന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം എന്ന് നിങ്ങൾ പറഞ്ഞാല് തീർച്ചയായിട്ടും കോട്ടക്കാരനായതുകൊണ്ട് പ്രത്യേകിച്ചും നിങ്ങളെ കോട്ടക്കൽ ആര്യവൈദ്യശാല പരിഗണിക്കുന്നതാണെന്നാണ് പറയാനുള്ളത്. ഏതായാലും ഇനി ബാക്കിയുള്ളവർ മൈക്കെടുക്കട്ടെ. അസ്സലാമു അലൈക്കും.